നമസ്കാരം. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ്സിന് കുറുകെ തൻ്റെ വാഹനം പാർക്ക് ചെയ്ത് ബസ്സിനെ തടഞ്ഞിട്ടു. എന്നിട്ട് ഡ്രൈവറെ ചീത്ത വിളിച്ചു. ഡ്രൈവർ അമിത വേഗത്തിലായിരുന്നു എന്നൊക്കെയാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. മനോരമയിലെ ഇന്നത്തെ ചാനലിലെ വാർത്തയുടെ ഇൻട്രോ ഉദാഹരിച്ചാൽ KSRTC ബസ് മേയർ തടഞ്ഞ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു എന്നുള്ള ആംഗിളിലാണ് വാർത്ത. സംഭവം എന്താണെന്ന് വെച്ചാൽ KSRTC ബസ് മേയർ തടഞ്ഞിട്ട സംഭവമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്ത. ആദ്യമൊക്കെ ആ വാർത്ത കേട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ, അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെയുള്ള സമയങ്ങളിൽ, പെട്ടെന്ന് ഒരു മേയർ ഒരു ബസ്സിൻ്റെ കുറുകെ തൻ്റെ വാഹനം കാറ് ഇട്ട് ആ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു. ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിൻ്റെ തുടർച്ചയായി തർക്കിക്കുന്നു. ഈ തർക്കത്തിൻ്റെ ശേഷം മേയർ പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് കേസെടുക്കുന്നു. ചാനലുകളിൽ ഡ്രൈവറെ അവതരിപ്പിക്കുന്നു. ചാനൽ ചർച്ച, ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യം ചർച്ച ആരംഭിച്ചത്. രാത്രി 8 മണി ചർച്ചയിൽ മേയറുടെ അധികാരപ്രമത്തത ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം കെട്ടിലമ്മ എന്ന പ്രസ്താവന സോഷ്യൽ മീഡിയ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ചർച്ച കൊഴുക്കുന്ന സാഹചര്യം വരെ നമ്മൾ കാണുന്നു. അങ്ങനെ ആര്യ രാജേന്ദ്രനെ എന്തോ ഒരു മോശം സ്ത്രീയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള വലിയ സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് അറച്ചു പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുമുണ്ട്. എന്തായാലും മേയർ തൻ്റെ അധികാരം ദുരുപയോഗിച്ചു. കൂടെ അവരുടെ ഭർത്താവ് MLA സച്ചിൻ ദേവ് ആ സമയത്തുണ്ടായിരുന്നു. അവരുടെ സഹോദര ഭാര്യ ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. ഇങ്ങനെ 4 പേരടങ്ങുന്ന സംഘം പോകുമ്പോഴാണ് KSRTC ബസ്സുമായിട്ടുള്ള സംഘർഷം എന്നുള്ളതാണ് വാർത്തയുടെ അന്തസത്ത. ഇത് കുറേ സമയമായിട്ട്, കുറേ ദിവസങ്ങളായി, മണിക്കൂറുകളായിട്ട് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായിരിക്കുന്നു. ആരോ മുക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ ചാനലുകളിൽ വാർത്ത വന്നു. യദു പറയുന്നു അത് മേയറാണ് കാണാതാക്കിയത്, മേയറുടെ ആൾക്കാരാണ് എന്ന് പറയുന്നു. ബസ്സിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ബസ് ആരുടെ അധീനതയിലായിരുന്നു? യദുവിൻ്റെ കയ്യിലായിരുന്നു. യദുവിനെ പോലീസ് വന്ന് കൊണ്ടുപോയപ്പോൾ ബസ് മറ്റ് KSRTC ഉദ്യോഗസ്ഥർ അങ്ങനെ വാഹനം കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെ നശിച്ചുപോയി എന്നുള്ളതനുസരിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. മേയർ KSRTC ബസ് തടഞ്ഞ സംഭവം എന്നാണല്ലോ നമുക്ക് മുന്നിൽ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന ചിത്രം. അതിനുശേഷം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചില സൂക്ഷ്മമായ പരിശോധനയിലേക്ക് ഞാൻ കടന്ന് പോയപ്പോൾ ചില സംഭവങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നു. കാരണം വാർത്തകളിൽ കാര്യമായി ഇടം പിടിക്കാത്ത ഒരു കാര്യം മേയർ നിരന്തരം പറയുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. അതായത് ബസ് ഇവരെ ഓവർടേക്ക് ചെയ്തു പോയി. പിന്നീടുള്ള ഈ ബസ്സിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, 2 വാഹനങ്ങൾ തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷനിൽ സാധാരണ ഡ്രൈവർമാർ തമ്മിലുള്ള ഈഗോ ആയിട്ട് ആദ്യം ഓവർടേക്ക് ചെയ്യുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. അത് സംഘർഷത്തിൽ കലാശിക്കും എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് ഇടയിൽ ഇങ്ങനെ ഒരു ഓവർടേക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടായി. ആ വാഹനം മറ്റ് ചില വാഹനങ്ങൾ ഇടിക്കുന്നു എന്ന് കണ്ടു. അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു കാറിലിരിക്കുന്ന സ്ത്രീകളോട് എന്നുള്ളതാണ് മേയർ പറയുന്ന പരാതി. എന്നിട്ട് ഈ മേയർ ആ ബസ്സിൻ്റെ മുമ്പിലേക്ക് മേയറിൻ്റെ ആളുകൾ നിർത്താൻ പറയുകയും അങ്ങനെ ആ ബസ്സിന് മുന്നിൽ അവരുടെ കാറ് വെച്ചുകൊണ്ട് അയാളുടെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് മേയർ പറയുന്നു. മാത്രമല്ല, മേയറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിൽ പോലീസിൽ അവർ ഈ പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഒരു സ്ത്രീ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരനുഭവത്തെ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഗതി അശ്ലീലാംഗ്യം എന്നുള്ളതാണ്. അശ്ലീലമായി ലൈംഗിക ചേഷ്ടയോടെ അങ്ങനെ പെരുമാറുന്നത് തന്നെ പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. അതിക്രൂരമായ, സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത, നമ്മുടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ വയ്യാത്ത ഒരു സംഗതിയാണ്. എന്നാൽ മാധ്യമങ്ങൾ പറയുന്നത് ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന സൂചനയോടെയാണ് വാർത്തകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നും, അധികാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വീഴ്ച മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? സീബ്ര ലൈനിൽ KSRTCക്ക് കുറുകെ പാർക്ക് ചെയ്ത സംഭവം എങ്ങനെയാണ് ഒരു അധികാരത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുക എന്നുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ഞാൻ അപ്പോഴാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പരിശോധിച്ചത്. ചാനലുകൾ തന്നെ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകളിൽ ആദ്യത്തെ വീഡിയോയിൽ ഇവർ വണ്ടി ഇറങ്ങി അവിടെ എത്തി ആദ്യം ചോദിക്കുന്നത് താൻ എന്താ ആംഗ്യമാണോ കാണിച്ചത് എന്നുള്ളതാണ്.
ഇനി പിന്നീട് കൂട്ടിച്ചേർത്തതാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ചേർത്തതായിരിക്കണ്ടേ? ഈ ചാനലുകളും മാധ്യമങ്ങളും മനോരമയൊക്കെ മുഖപ്രസംഗമൊക്കെ എഴുതുന്ന ഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊരു സംഭവം ഒരു സ്ത്രീ പറയുന്നുണ്ട്, എന്നാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. ആ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, അശ്ലീല ആംഗ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് താൻ എന്ത് ആംഗ്യമാണോ കാണിച്ചത് എന്ന് വളരെ രോഷത്തോടെ അവർ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ആ ഭാഗം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നാ വയ്യെന്നോ? ആർക്ക് വയ്യെന്നു? ആർക്ക് വയ്യെന്നു? അതിൻ്റെ തുടർച്ചയായി ഈ ഡ്രൈവർ മറ്റെന്തോ ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ ചവച്ചുകൊണ്ടാണ്, ലഹരി വസ്തു ചവച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളുടെ തുടർച്ചയായി മാധ്യമങ്ങളിൽ, ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വന്ന വാർത്ത, ഈ പരിശോധന പോലീസ് നടത്തിയതിന് ശേഷം ഇദ്ദേഹത്തെയും കൊണ്ട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അദ്ദേഹം മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു, ഇല്ല എന്ന് തെളിഞ്ഞു എന്നാണ്. എന്നാൽ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും അവർ എന്തെങ്കിലും ചവച്ചുകൊണ്ടുള്ള മറ്റ് ഈ ഹാൻഡ്സ് പോലെയുള്ള മറ്റ് സാധനങ്ങൾ ചവയ്ക്കുന്ന പാൻപരാഗ് പോലെയുള്ള സാധനങ്ങൾ ചവച്ചുകൊണ്ടുള്ള ലഹരി ഉപയോഗമാണെങ്കിൽ അത് പരിശോധനയിൽ കണ്ടെത്തുന്നത് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഇത് രണ്ടും രണ്ട് കാര്യമാണെന്നിരിക്കെ മദ്യ ഉപയോഗ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മേയർ പറയുന്നത് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഈ എന്തോ ചവയ്ക്കുന്നുണ്ട്, അയാൾ നമ്മളെ കണ്ട ഉടനെ ഈ ചവയ്ക്കുന്ന അതിൻ്റെ കവർ എടുത്ത് കളയുന്നുണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് വിഷ്വലിലുണ്ട്. ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഇവരെ കണ്ട് പന്തികേടാണെന്ന് തോന്നിയ ഉടനെ ഒരു കവർ എടുത്ത് പുറത്തേക്ക് കളയുന്ന ചിത്രം വിഷ്വലിലുണ്ട്. മൂന്നാമത്തെ കാര്യം, അശ്ലീല ആംഗ്യം കാണിച്ച കാര്യം അവർ പിന്നീട് പോലീസിനോട് മാത്രമല്ല ഈ ഡ്രൈവറായ യദുവിനോട് തന്നെ പറയുന്നുണ്ട്. യദു രാത്രി ഈ സംഭവം ഉണ്ടായി പരാതി കൊടുത്തതിന് ശേഷം മേയറോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ക്ഷമ പറയാൻ വിളിക്കുകയാണ്. തൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി എന്ന് തിരിച്ചറിഞ്ഞിട്ടോ എന്തോ ക്ഷമ പറയാൻ വേണ്ടി മേയറെ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് മേയറോട് സംസാരിക്കുമ്പോൾ തനിക്ക് വീഴ്ച പറ്റി എന്ന് പറയുന്ന കൂട്ടത്തിൽ മേയർ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അന്നേരം അദ്ദേഹം പറയുന്നത്, അല്ല അത് അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ അറിഞ്ഞില്ല എന്നുള്ള ഉരുണ്ട് പേരുടെ ഒരു മറുപടിയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഫോണിൻ്റെ ഈ കാര്യം ഉൾക്കൊള്ളുന്ന ആ ഭാഗം ഇങ്ങനെയാണ്. സംസാരം ഇത്തിരി മോശമായിരുന്നു, പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ്. ഞാൻ ആക്ഷൻ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ അത് സംസാരം ഇത്തിരി മോശമായിരുന്നു, പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ്. ഞാൻ ആക്ഷൻ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ അത് നിങ്ങൾ അതിനുശേഷം 2 വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോ എന്തെങ്കിലുണ്ട് തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു. ഈ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വില്ലത്തിയായി മേയർ ആര്യ രാജേന്ദ്രൻ നിൽക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ അധികാര പ്രമത്തത നിമിത്തം വണ്ടി കുറുകെ വെച്ച് KSRTCയിലെ ഒരു പാവപ്പെട്ട ഡ്രൈവറെ തടഞ്ഞ സംഭവം വളരെ വൈകാരികമായി തന്നെ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന വാർത്തയുണ്ട്. പത്രം ഇന്നത്തെ നേരത്തെ പറഞ്ഞ പോലെ മനോരമ മുഖപ്രസംഗത്തിൽ രോഷത്തോടെ ആഞ്ഞടിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഞാനിതിൽ നിഗമനമൊന്നും ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല. ഈ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഈ ഘട്ടത്തിലൊക്കെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ, സാധാരണ നമ്മൾ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊരാൾ പ്രതിയായിരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ ആരോപണ വിധേയനായ ഒരാൾ അയാളുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഭയങ്കരമായി വാർത്ത നൽകും. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ അവരുടെ പഴയ കേസ്, സമരക്കേസ് ഒക്കെ വെച്ചുകൊണ്ട് 50 കേസുണ്ട്, കൊട്ടും ക്രിമിനലാണ് എന്നൊക്കെ നമ്മൾ ആർഷോനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടില്ല. അമ്മാതിരി ഉള്ള ചാനൽ ചർച്ചയിലൊക്കെ പോവും. എന്നാൽ ഇവിടെ ഈ പ്രതി ഒരു രാഷ്ട്രീയ സമരം പോലുമല്ല, ഈ പ്രതി ഒരു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് മേയർ ആരോപിക്കുന്ന പ്രതി നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രതിയുടെ മുൻകാല ചെയ്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ പ്രതിയുടെ 4 കേസുകൾ എന്തൊക്കെയാണ് എന്ന് മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുണ്ട്. ഞാൻ മനോരമ പ്രസിദ്ധീകരിച്ച ആ കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്നാമത്തെ കേസ് 2017 മാർച്ചിലാണ് യദുവിനെതിരായ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നേമം തളിയാതിച്ചപുരം റോഡിൽ വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി തൻ്റെ വസ്ത്രം ഊരി കാണിച്ചു, അതായത് നഗ്നത പ്രദർശിപ്പിച്ചു, അശ്ലീല വർത്തമാനം പറഞ്ഞു. ഇതാണ് കേസിൻ്റെ അടിസ്ഥാന പരാതി. ഈ കേസ് പിന്നീട് കോടതിയിൽ ഒത്തുതീർപ്പിലെത്തി എന്നുള്ളതാണ്. നമുക്കറിയാലോ, സ്ത്രീകളൊക്കെ ഇത്തരം കേസുകളുമായി എന്തുമാത്രം അവർക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയാം. ഈ കേസ് കോടതിയിൽ ഒത്തുതീർപ്പിലെത്തിയെന്നാണ് മനോരമ പറയുന്നത്. വിധി പറഞ്ഞതല്ല, ഒത്തുതീർപ്പിലെത്തുമായിരുന്നു. രണ്ടാമത്തെ കേസ് 2017 നവംബറിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. പേരൂർക്കട ഭാഗത്ത് നിന്നും കുടപ്പനക്കുന്ന് ഭാഗത്തേക്ക് KSRTC ബസ് അപകടകരമായി ഓടിച്ച
ആരോപിച്ചതിനാണ് നേമം വെള്ളായണി സ്വദേശിയായ യദുവിനെതിരെ പോലീസ് കേസെടുത്തത്. ഇനി മൂന്നാമത്തെ കേസായി മനോരമ പറയുന്നത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ കിഴക്കേക്കോട്ട നിന്നും തമ്പാനൂർ ഭാഗത്തേക്ക് ഓടിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചതാണ് മൂന്നാമത്തെ കേസ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അതായത് പ്രൈവറ്റ് ബസ് KSRTC തമ്മിലുള്ള മത്സരമുണ്ട്. അങ്ങനെ ഉള്ള ഒരു മത്സര സാഹചര്യത്തിൽ ഇയാൾ KSRTCയിൽ ആയിരുന്നില്ല അന്ന്, പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് KSRTCനെ നൈസായിട്ടൊന്ന് കുത്തിക്കൊടുത്തു. ഈ സംഭവത്തിൽ പരാതി നൽകിയ യുവതിക്ക് ബസ്സിലെ സീറ്റിൽ നിന്നും തെറിച്ച മുന്നിലെ കമ്പിയിൽ നിന്ന് ഇടിച്ച് കൈക്ക് പരിക്കേറ്റിരുന്നു. മനസ്സിലായല്ലോ. അങ്ങനെ ഒരു ദുരന്തം കൂടി അന്നുണ്ടായി. ഇതാണ് മൂന്നാമത്തെ കേസ്. നാലാമത്തെ കേസാണ് മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് മുന്നിൽ കാർ നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവം എന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും ചാനലും പറയുന്നത്. നാലാമത്തെ കേസ് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ സമാനമായ കേസുകളുടെ തുടർച്ചയായി ഒരു സമാന സ്വഭാവം മേയറുടെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോട്ടിലൂടെ സ്ത്രീകൾ പൊതുവെ വണ്ടി ഓടിക്കുമ്പോൾ പുരുഷ ഡ്രൈവർമാരിൽ ചില ആളുകൾ, എല്ലാവരുമല്ല, ചില ആളുകൾ പെണ്ണുങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്, ഫുൾ അലമ്പാണ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. വീഴ്ച നമ്മുടെ കയ്യിലാണെങ്കിലും ഉടനെ സ്ത്രീ ഡ്രൈവറാണ് തൊട്ടടുത്ത വണ്ടിയിലെങ്കിൽ ഈ പെണ്ണുങ്ങൾ റോട്ടിലിറങ്ങിയാൽ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത്തരം ഈഗോകളുടെ തുടർച്ചയായി വേണം നമ്മൾ ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അശ്ലീല ആംഗ്യം, തൻ്റെ ദേഷ്യം കലി തീർക്കാൻ വേണ്ടിയിട്ട് അശ്ലീല ആംഗ്യം മേയർക്കെതിരെ കാണിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിച്ച് സംതൃപ്തി നേടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു, അതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രൻ തന്നെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയുടെ തുടർച്ചയായി പറയുന്നത്. ഒരുപക്ഷേ അല്ല, എന്തായാലും അത് മേയറാണ്, കൂടെ സഞ്ചരിക്കുന്നത് MLA ആണ്, മറ്റാരെങ്കിലുമാണ് എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടായിരിക്കില്ല അങ്ങനെ ചെയ്യുന്നത്. അത്തരം ആളുകൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അങ്ങനെ അറിഞ്ഞ് ഒരിക്കലും അവർ ചെയ്യില്ല. കാരണം അവർ പാവപ്പെട്ട ആരെങ്കിലും ആണ് എന്ന് വിചാരിച്ചാണ് ചെയ്യാറുള്ളത്. സാധാരണ ഏതൊരു ക്രിമിനലും ഏതൊരു പ്രതിയും അത്തരം സമീപനം സ്വീകരിക്കുന്നത് സാധാരണ പാവപ്പെട്ട ആളുകളോടായിരിക്കും, പാവപ്പെട്ട സ്ത്രീകളോടായിരിക്കും. പാവപ്പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത്തരം സ്വാധീനമുള്ള ആളുകളോട് അങ്ങനെ പെരുമാറില്ല. അവർ ശ്രദ്ധിച്ച് സ്വാധീനമില്ലാത്തവരോടൊക്കെ പെരുമാറുള്ളൂ. സ്വാധീനം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ 7 അയലത്ത് പോലെ, കാരണം പണി കിട്ടും എന്നവർക്കറിയാലോ. എന്തായാലും ഇത് യാദൃച്ഛികമായി ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നു, മേയർ ആയിരുന്നു, ആര്യ രാജേന്ദ്രനായിരുന്നു. ഇതാണ് ആര്യ രാജേന്ദ്രൻ്റെ പരാതി പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നത്. ആര്യ രാജേന്ദ്രൻ അവർ KSRTC ബസ് വഴിയിൽ തടഞ്ഞിട്ട് അതിനെതിരായി നടപടി കൈക്കൊണ്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. അതായത് അശ്ലീല ആംഗ്യം കാണിച്ച ബസ് ഡ്രൈവറെ വഴിയിൽ വെച്ച് അപ്പം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് മേയർ അവർ ഒരു ഇടതുപക്ഷ വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന DYFIയുടെയോ SFIയുടെയും ബാലസംഘത്തിൻ്റെയോ ഒക്കെ ആളായിരുന്നു. സ്വാഭാവികമായി അവരുടെ രോഷപ്രകടനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം തന്നെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ കുറുകെ അവരുടെ വണ്ടിയിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്തു. താൻ എന്ത് ആംഗ്യമാണോ കാണിച്ചത് എന്ന വർത്തമാനത്തിൽ തുടങ്ങുന്ന ബാക്കി പരിപാടികൾ നമ്മുടെ മുമ്പിൽ വീഡിയോ ആയുണ്ട്. ഒപ്പം തന്നെ സച്ചിൻ ദേവ് ഭർത്താവ് ബസ്സിൽ കയറി അയാളോട് വർത്തമാനം പറഞ്ഞു, അയാളോട് തട്ടിക്കയറി ഡോറ് തള്ളി തുറന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി സാധാരണ മനുഷ്യൻ, സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പം അശ്ലീല ആംഗ്യം കാണിച്ചാലോട് ഇങ്ങനെയൊന്നല്ല പെരുമാറുക, അടിച്ച് റെഡിയാക്കുന്നതാണ് സുരേഷ് ഗോപി സിനിമകളിലൊക്കെ കാണുക. യഥാർത്ഥത്തിൽ നിയമപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമങ്ങളൊക്കെ പറയുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ശരി എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. അങ്ങനെയാണ് നിയമം നിലനിൽക്കുക. പ്രത്യേകിച്ചും നിയമപാലകരായി മാറേണ്ട ഭരണാധികാരികൾ അത്തരത്തിലുള്ള പരിപാടികൾ, നിയമം ലംഘിക്കുന്ന പരിപാടികൾ ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പാഠങ്ങൾ. എന്തായാലും മേയർ എന്ന അധികാര സ്ഥാനം ഉപയോഗിച്ച് ആ പ്രമത്തതയിൽ അവർ ബസ് തടഞ്ഞു എന്നുള്ള ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, ശരിയാവാൻ സാധ്യതയില്ല, അത് തെറ്റാണ്. അമ്മാതിരി തെറ്റ് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനു മുമ്പ് അവർക്ക് നേരിട്ട, സ്ത്രീ എന്ന നിലയിൽ അവർ നേരിട്ട അശ്ലീല ആംഗ്യം, അധിക്ഷേപം സഹിക്കാൻ പറ്റുന്നതല്ല. സാധാരണ മനുഷ്യൻ KK ഷാഹിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ ആദ്യം ബസ് തടയുകയല്ല, ചപ്പക്കുറ്റിക്കൊന്ന് കൊടുക്കുകയാണ് ചെയ്യുക എന്നുള്ള സമീപനമുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ സമീപനം പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ആളായി ആര്യ രാജേന്ദ്രൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഒരു പൊതുസ്ഥിതി. ഇനി ഇതിൽ നിന്ന് അടുത്ത ഭാഗം മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ ഒരു സംഭവത്തെ രണ്ടാമത്തെ ഭാഗം ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ മേയർ ആയതുകൊണ്ടായിരിക്കാം, അവർ CPM എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം, സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം, സർവോപരി ഇത്തരം വിഷയങ്ങളിൽ ചോദ്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന സ്ത്രീയോട് എങ്ങനെയാണ് സമൂഹം പെരുമാറുക, ഒരുവിധം ആളുകളൊക്കെ പെരുമാറുക എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകും. ചാനലുകളിലൊക്കെ ഇരുന്ന്
ചർച്ച ചെയ്യുന്ന ചില പുരുഷന്മാരുടെ സമീപനമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ പെരുമാറാൻ ഈ സ്ത്രീ ആരാ എന്നുള്ള സമീപനമാണ്. യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ കോർപ്പറേഷൻ മേയർ എന്നുള്ള അധികാരത്തിൻ്റെ പ്രിവിലേജ് അവർ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത ഒരു സാധാരണ മനുഷ്യരായ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരാരാണ് അങ്ങനെ മേയർ എന്നുള്ള അധികാരമൊക്കെ ഉപയോഗിച്ച് പെരുമാറാൻ എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതേസമയം അവർ ആ സാധ്യത അല്ലെങ്കിൽ ആ പ്രിവിലേജ് അവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവർ അനുഭവിച്ചൊരു അധിക്ഷേപം നമ്മുടെ മുമ്പിലുണ്ട്. അത് തള്ളിക്കളയാവുന്നതല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ KSRTCയിലെ ഈ ക്യാമറ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ക്യാമറ കണ്ടെത്തണം. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് ഈ പ്രതി ആരോപിക്കുന്നത് പോലെ സച്ചിൻ ദേവ് അവിടെ കയറി വന്ന് ഇയാളെ ചീത്ത വിളിക്കുന്നതോ ഡോറ് തള്ളി തുറക്കുന്നതോ ആയ ഒരു സംഭവമാണ്. നേരെ മറിച്ച് പുതിയതായി വേറെ ഒന്നും കിട്ടാനില്ല. പക്ഷേ എല്ലാത്തിലും ഉപരി ഇവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ള ആക്ഷേപം സംശയാസ്പദമായി തന്നെ തെളിയിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യം ഈ വീഡിയോകളിലുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇതിൻ്റെ തുടർച്ചയായാണ് ചാനലുകൾ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ എനിക്ക് ഈ മാധ്യമ സമീപനത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇവർ മേയറാണ് എന്നുള്ളത് മാറ്റിവെച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു സാധാരണ സ്ത്രീ, അവർ പണക്കാരി ആയിക്കോട്ടെ പാവപ്പെട്ട ആളായിക്കോട്ടെ, ഒരു സാധാരണ സ്ത്രീ തനിക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ച ഒരു സംഭവം ഉണ്ടായാൽ ഇങ്ങനെയൊരു അവരുടെ ധാർമ്മിക രോഷം ആ സമയത്ത് തന്നെ പ്രകടിപ്പിച്ച് ഒരു ചാനലിലോ പത്രങ്ങളിലോ സമീപിച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു അനുഭവമായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ള ആശങ്ക എൻ്റെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഇവർ മേയർ ആയതുകൊണ്ട് ഇങ്ങനെ സമീപിച്ചതാണ് എന്ന് അവരങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ഒരു ആശ്വാസം കണ്ടെത്താനുള്ള തൽക്കാല വഴിയാണ് ഞാൻ കണ്ടെത്തുന്നത്. കാരണം ഒരു സാധാരണ സ്ത്രീ ഒരു ചാനലിലെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഏഷ്യാനെറ്റിൽ ചർച്ച ചെയ്തു, 24 ചർച്ച ചെയ്തു, ഇതൊക്കെ ചർച്ച ചെയ്ത പുരുഷന്മാരുടെ മുന്നിലേക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ ആരാണ് വഴിയിൽ തടയാൻ, ബസ് അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊക്കെ നിങ്ങൾ പിന്നീട് പറഞ്ഞതല്ലേ, അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ദുരനുഭവം സ്ത്രീകൾക്കുണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ഈ സാമൂഹിക സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ സമീപനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത്തരത്തിലുള്ള ആശങ്കകൾ പലരുടെയും മുന്നിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സംഭവങ്ങളെ അതുകൊണ്ട് തന്നെ ഒരു അധികാരത്തിൻ്റെ പ്രതിനിധി സമീപിച്ചതും ഒരു സ്ത്രീ സമീപിച്ചതുമായ രണ്ട് പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നതിനെ അത്തരത്തിലുള്ള ആശങ്കയോടുകൂടിയാണ് ആളുകൾ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി ഒരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള അനുഭവം നേരിട്ടു എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ കാണുക. മാധ്യമങ്ങളുടെ ഈ നിർമ്മിതി, അതായത് ആദ്യം തന്നെ ബസ് തടഞ്ഞിട്ട ആര്യയുടെ അധികാരപ്രമത്തത ഉണ്ടാക്കിയ സംഭവം എന്നുള്ള ആ സമീപനം ഇനിയെങ്കിലും മാറ്റുമോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട്. അവർ ഉന്നയിച്ച ആക്ഷേപം, തനിക്കെതിരെ ലൈംഗിക ആംഗ്യം എന്ന അധിക്ഷേപം ഉണ്ടായി എന്ന് അവർ ഉന്നയിച്ച ആക്ഷേപം സംശയകരമായ നിലയിൽ തെളിയിക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം വീഡിയോകളിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. ഈ സംഭവത്തെ സമീപിച്ച ചില പ്രതികരണങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. ഒന്ന്, മാധ്യമപ്രവർത്തക കൂടിയായ രജനി വാര്യർ ഇതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ വിഷയം ഒരു ചാനൽ മുഖമായതുകൊണ്ട് തന്നെ ഇത്തരം വിവാദ വിഷയങ്ങളിൽ ഞാൻ പോസ്റ്റ് ഇടാറില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ആ കേസ് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ വല്ലാതെ ആശങ്ക ഉണ്ടാക്കുന്നു. ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളും മറ്റ് വിവരങ്ങളും വെച്ച് ഞാൻ ഈ വിഷയത്തിൽ മേയറുടെ പക്ഷത്തല്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു അധികാരത്തിൻ്റെ പ്രകടനമുണ്ടായി എന്നത് വ്യക്തം. പക്ഷേ ഒരു സ്ത്രീ കൂടിയായ മേയർ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ട്. തനിക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് ഒരു ആരോപണം ആണ്. പക്ഷേ അതിൽ ഒരു സത്യം ഉണ്ട് എങ്കിൽ ഇന്ന് മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മേയറും MLAയും ഒക്കെ കാണിക്കേണ്ടിയിരുന്ന മാന്യത ആ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കുക എന്നതായിരുന്നു. പാളയം മുതൽ തമ്പാനൂർ വരെ എത്ര ദൂരം ഉണ്ട് എന്ന് തിരുവനന്തപുരം നഗരത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ആ യാത്രക്കാരെ അവിടെ വരെ കൊണ്ടുവിടാൻ ബസ്സിനെ അനുവദിക്കുക, അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇതായിരുന്നു പോലീസ് അടക്കം ചെയ്യേണ്ടിയിരുന്നത്. ഒരു ക്രൈം സ്പോട്ടൊന്നും അല്ലല്ലോ ബസ് അവിടെ പിടിച്ചിടാൻ. ആ ഒരു ഉത്തരവാദിത്വവും ധാർമ്മികതയും മേയറോ MLAയോ പോലീസോ ഒന്നും കാണിച്ചില്ല. ബസ്സിലിരിക്കുന്നത് സാധാരണക്കാരല്ലേ, അവിടെയാണ് സാധാരണ സ്ത്രീയായ എൻ്റെ ആശങ്കയും. മേയർ പറയുന്ന ആരോപണം ലൈംഗിക ചേഷ്ട, താൻ അങ്ങനെ ചെയ്തിട്ടേയില്ല എന്ന് നിഷ്കളങ്കനായി ഡ്രൈവർ പറയുന്നതോ നഗ്നതാ പ്രദർശനത്തിന് പ്രതിയായിട്ടുള്ള വ്യക്തി. അയാളാണ് ഇപ്പോൾ എല്ലാവർക്കും മഹാൻ. ഞാൻ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. സ്വകാര്യ ബസ്സുകൾ ഒഴിവാക്കി പരമാവധി KSRTCയിൽ പോകുന്ന ആൾ. പ്രതിസന്ധിയിൽ പോകുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തെ സഹായിക്കാൻ സമൂഹത്തിലൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന നിലയ്ക്ക് മാത്രമാണ് KSRTC തിരഞ്ഞെടുക്കുന്നത്. KSRTC ജീവനക്കാരിൽ ഒരുപാട് നല്ലവരുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഭൂരിപക്ഷവും മറിച്ചാണ്. ലൈംഗിക അധിക്ഷേപം ഒന്നുമില്ലെങ്കിലും വളരെ മോശമായ പെരുമാറ്റം പണ്ടുള്ള ലോങ് യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്.
കണ്ടക്ടർ നിർത്താൻ ബെല്ലടിച്ചിട്ടും കേട്ട ഭാവം നടിക്കാതെ എനിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഇറക്കും എന്ന മട്ടിൽ ചില ഡ്രൈവർമാർ അഹങ്കാരത്തോടെ അടുത്ത സ്റ്റോപ്പിലും മറ്റുമായി ബസ് നിർത്തുന്ന അനുഭവം സമീപ നാളുകളിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അഭിരമിക്കുന്നവർ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ KSRTCയിലും എന്ന് കരുതി അതങ്ങ് വിടും. കാരണം ഇതുപോലെ തടയാനും തർക്കിക്കാനും ഒന്നും നമുക്കാവില്ല. അതിനൊന്നും സമയം കളയാൻ താല്പര്യവുമില്ല. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റം ഉണ്ടായാൽ വെറുതെ പോവുകയും ഇല്ല. എന്നാൽ ഇന്ന് ആ KSRTC ഡ്രൈവർക്ക് മാധ്യമങ്ങളിൽ കിട്ടുന്ന സ്പേസ് എന്നെ അമ്പരപ്പിക്കുകയാണ്. മേയർ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് അയാൾക്കെതിരെ ഉയർന്ന ലൈംഗിക ചേഷ്ട ആരോപണം ഇല്ലാതാവുന്നുണ്ടോ? മേയർ പറഞ്ഞു എന്നത് വെച്ചാണോ അത് ഗൗനിക്കാത്തത്? മുമ്പ് സമാന കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ അടിസ്ഥാനപരമായി എത്തരം മനോനില ഉള്ളയാൾ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം പോരെ? അതോ നമ്മുടെയൊക്കെ ബന്ധുക്കൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലേ അത് സത്യമാകൂ എന്നുണ്ടോ? ഒരു സ്ത്രീ ലൈംഗിക പരാതി ഉന്നയിച്ചിട്ടും ആരോപണ വിധേയനാണ് ഇവിടെ താരം. അപ്പോൾ പിന്നെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഇനി എങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എങ്ങനെ ചിന്തിക്കണം? ഒരു അധികാരപ്രയോഗം ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ ഡ്രൈവറെ നമ്മൾ കേൾക്കണം, സംശയമില്ല. പക്ഷേ മോശം പശ്ചാത്തലമുള്ള ഡ്രൈവർ പറയുന്നത് ഇങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് ആശങ്കാജനകമാണ്. ഇത്രയധികം സ്പേസ് അയാൾക്ക് മാധ്യമങ്ങളിൽ കിട്ടുന്നത് ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ CCTV കാർഡുകളും മിസ്സിംഗ് ആണ്. അത് ആരെ രക്ഷിക്കാനായാലും സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. ഇനി ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് ആ രീതിയിൽ പ്രതികരിച്ചത് എന്നാണ് മേയർ പറയുന്നത്. പക്ഷേ എല്ലാ ആരോപണങ്ങൾക്കും തെളിവാകുന്ന ആ കാർഡുകളും ഇല്ലാതായതോടെ സത്യവും മറഞ്ഞു തന്നെ ഇരിക്കും. ഒരു ക്രൈം സ്പോട്ടിൽ എന്ന പോലെ പാളയത്ത് ബസ് പിടിച്ചിട്ട് യാത്രക്കാരെ ഇറക്കിവിട്ട പോലീസ് തെളിവ് ശേഖരിക്കും മുമ്പ് തന്നെ ആ ബസ്സിന് തുടർന്നുള്ള ദിവസങ്ങളിലും ഓടാൻ അനുമതി നൽകി എന്നത് അതിലേറെ വിചിത്രം. രജനി വാര്യരുടെ ഈ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സൂചിപ്പിച്ച ഒന്നാണ്. അതായത് ഇവിടെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് ആരോപണ വിധേയനായ ഡ്രൈവർ, 3 പൂർവ്വകാല സംഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു ഡ്രൈവർ, സമാനമായ കേസ് ആ 3-1 ഉണ്ട് താനും. ഒരു സ്ത്രീയോട് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. അങ്ങനെ ഒരു മനോനില ഉണ്ടായിരിക്കാൻ ഇടയുള്ള ഒരാൾ ആ കേസ് വിധി പറയുകയല്ല, ഒത്തുതീർപ്പിലായതാണ് എന്ന് മനോരമ തന്നെ പറഞ്ഞ ആ സംഭവം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിയെ, യദു എന്ന് പറയുന്ന ആ പ്രതിയെ ആഘോഷിച്ചുകൊണ്ട് മേയർ കാർഡ് ഡിലീറ്റാക്കി അല്ലെങ്കിൽ മെമ്മറി കാർഡ് നശിപ്പിച്ചു, മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ആധികാരികമായി മേയറാണ് നശിപ്പിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള അപാരമായ ആ ചങ്കൂറ്റം മാധ്യമങ്ങൾ കാണിക്കുകയാണ്. മാധ്യമങ്ങൾക്കിപ്പോൾ യദു തന്നെയാണ് താരം. അതിന് പകരം മേയർ കാണിച്ചു എന്ന് പറയുന്ന അധികാരത്തിൻ്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കടന്ന പ്രയോഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാറ് കുറുകെ പാർക്ക് ചെയ്തു എന്നുള്ള സംഭവം മേയർ എന്നുള്ള ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പുണ്ടായ സംഭവത്തിൽ തീരുമാനമുണ്ടാക്കണ്ടേ? അതിന് മുമ്പാണ് അവർക്കെതിരായി ഒരു സ്ത്രീ എന്ന നിലയിൽ വലിയ തോതിൽ അധിക്ഷേപം നേരിട്ടു എന്ന് അവർ ആരോപിക്കുന്നത്. വെറും ആരോപണമല്ല, സംശയാസ്പദമായി തന്നെ അവർ ആ സമയത്ത് ഉണ്ടായ പെരുമാറ്റത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആ വീഡിയോയിൽ അവർ ചോദിക്കുന്നുണ്ട്, ആദ്യം തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളും ചോദിക്കുന്നുണ്ട്, താൻ എന്തൊരു ആംഗ്യമാണോ കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ സംഭവത്തെയാണ് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥ സംഭവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ, മനസ്സിലായിട്ടും മനസ്സിലായിട്ടില്ല എന്ന് ഭാവിക്കുന്നതാണോ എന്നൊന്നും നമ്മൾ അന്തിമമായി വിധി തീർപ്പാക്കാൻ ആളല്ല. പക്ഷേ ഞാനിത് മൊത്തം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒക്കെ മുകളിൽ അവർ ഉന്നയിച്ച ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അവർക്കെതിരെ ലൈംഗിക അധിക്ഷേപം, ലൈംഗിക ആംഗ്യം അവിടെ നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതിനെ സാധൂകരിക്കാവുന്ന വീഡിയോയും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ അവരുടെ കടന്ന അധികാര ഉപയോഗത്തെ പ്രധാന കുറ്റമായി കാണുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രധാനമായി എനിക്കിവിടെ കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നത് അതിൽ ആ സ്ത്രീ എന്ന നിലയിൽ മേയർ ഉന്നയിച്ച പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ചാലും ഡ്രൈവർ യദു ദൈവമല്ല. നന്ദി, നമസ്കാരം.